Hello guys, it's me Aadii. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂളും അതുപോലെ തന്നെ മാജിക് വാണ്ട് ടൂളിനും ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് സെലക്ഷൻ ടൂൾ എന്ന് പറയാൻ കാരണം നമ്മൾ മുമ്പ് പഠിച്ച ടൂൾസൊക്കെ ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂൾ ആയാലും അല്ലെങ്കിൽ മാർക്കി സെലക്ഷൻ ടൂൾ ആയാലും അതൊക്കെ കുറച്ചും കൂടി മാനുവലായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിരുന്നത്. നമുക്കറിയാം വരച്ചുകൊണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചുകൊണ്ടാണ് ലെസ്സോ ടൂള്, അതുപോലെ തന്നെ പോളിഗണൽ ലെസ്സോ ടൂള്, അതുപോലെ മാഗ്നറ്റിക് ലെസ്സോ ടൂളൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചിട്ടാണ് നമ്മൾ സെലക്ഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ കുറച്ച് ടൈമും എടുക്കും, കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ക്വിക്ക് സെലക്ഷൻ ടൂൾ ആൻഡ് മാജിക് വാണ്ട് ടൂൾ. അപ്പോൾ ഈ രണ്ട് ടൂളിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ആദി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് അഡ്വാൻസ്ഡ് സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ലെസ്സോ ടൂൾ, അതുപോലെ തന്നെ പോളിഗണൽ ലെസ്സോ ടൂൾ, മാഗ്നറ്റിക് ലെസ്സോ ടൂളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ടൈം എടുത്ത് കുറച്ചും കൂടി പ്രയാസമാണ് ഔട്ട്പുട്ട് കിട്ടാമെന്ന് പറഞ്ഞിരുന്നു. സെലക്ഷൻ കിട്ടാൻ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. പക്ഷേ ഇവിടെ മാജിക് വാണ്ട് ടൂളും അതുപോലെ തന്നെ ക്വിക്ക് സെലക്ഷൻ ടൂളും ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ ചെറിയ ചെറിയ ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂള് നോക്കാം. അതിൻ്റെ ഷോർട്ട് കട്ട് W ആണ്. W ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീബോർഡിൽ പ്രസ് കഴിഞ്ഞാൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ നമുക്ക് കിട്ടും. ബാക്കി ടൂൾ എടുക്കണമെങ്കിൽ നമുക്കറിയാം ഏത് ടൂൾ. ഇപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് W ആണ്. അപ്പോൾ ഇതിൽ തന്നെ 3 ടൂൾസ് ഉണ്ട്. ഒബ്ജക്ട് സെലക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് വാണ്ട് ടൂളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഷിഫ്റ്റ് W അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൂളിലേക്ക് സ്വൈപ്പ് ആവും. അപ്പോൾ നമ്മൾ മുമ്പും പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഓപ്ഷണൽ മെനു ബാർ നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരു ടൂൾ എടുത്താലും അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷണൽ മെനു ബാറിലാണ്. അപ്പോൾ ആദ്യത്തെ സെലക്ഷൻ, ഈ ഒരു ഓപ്ഷനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് ആഡ് എ സെലക്ഷൻ, സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ക്വിക്ക് സെലക്ഷൻ ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രഷ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഷ് സെറ്റിങ്സ് കാണാം. ഇവിടെ സൈസ്, ഹാർഡ്നെസ്, സ്പേസ്, ആംഗിൾ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെലക്ഷൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അതായത് നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് വരയ്ക്കുന്ന പോലെ ഡ്രാഗ് ചെയ്യുക. എവിടെയൊക്കെയാണ് സെലക്ഷൻ വേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്താൽ കണ്ടോ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. അപ്പോൾ നമ്മൾ മുമ്പ് ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂളിനെ കുറിച്ചൊക്കെ പഠിച്ചു. അതിൽ നമ്മൾ വരച്ചെടുത്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. പക്ഷേ ഈ ഒരു ടൂള് വളരെ അനായാസത്തിൽ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ അത് മാസ്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ കൺട്രോൾ Z അമർത്തി അൺഡു ചെയ്യാണ്. അതുപോലെ തന്നെ കൺട്രോൾ D അമർത്തി സെലക്ഷൻ ഡീസെലക്ട് ചെയ്തു. അപ്പോൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എങ്ങനെ വർക്ക് ആവണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് മാജിക് വാണ്ട് ടൂൾ ആണ്. അപ്പം ഞാൻ മാജിക് വാണ്ട് ടൂൾ എടുക്കുകയാണ്. ഈ മാജിക് വാണ്ട് ടൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കളർ. ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിള് ഞാൻ ഈ ഒരു ഇമേജ് എടുക്കുകയാണ്. ഈ ഒരു ഗേളിന്റെ ഒരു പോർട്രേറ്റിൽ ഇതിൽ നമുക്ക് കാണാം ഈ ഒരു കടൽ, ബാക്ക്ഗ്രൗണ്ട് കടലാണ്, ഒരു നീല കളറാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ സെലക്ഷൻ വരും. അതായത് ഒരു കളറിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. കേട്ടോ, ഈ ഒരു കളറിന്റെ ഏകദേശം ചേർച്ച വരുന്ന ഒരു കളറായിട്ട് സാമ്യം തോന്നുന്ന കളേഴ്സിലേക്കൊക്കെ സെലക്ഷൻ വന്നു. അപ്പോൾ ഇതൊരു കളർ, സോളിഡ് ആയിട്ടുള്ള ഒരു കളറിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. അപ്പൊ ഞാൻ കൺട്രോൾ D അമർത്തി സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷണൽ മെനു ബാറിൽ ടോളറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു 9 ഇട്ടു. എന്നിട്ട് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. കണ്ടോ, സെലക്ട് ആവുന്ന ഏരിയ കുറയും. അപ്പോൾ ഞാൻ കൺട്രോൾ D അമർത്തി സെലക്ട് ചെയ്തു. ടോളറൻസ് ഞാനൊരു ജസ്റ്റ് ഒരു 79 ഇട്ടു. ഇനി ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ സെലക്ഷൻ്റെ ഏരിയ കൂടും. അതായത് ടോളറൻസ് ഇപ്പോൾ എന്തിനാണ്
ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ ടോളറൻസ് കൂട്ടാനും കുറയ്ക്കാനും, ഏരിയയുടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കൺട്രോൾ ഡി അമർത്തി ഡീസെലക്ട് ചെയ്തു. തൊട്ടപ്പുറത്ത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇതിപ്പോൾ അത് ഓഫാണ്. ഇതിപ്പോൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ ഒരു കളർ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്കൈയുടെ കളറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനോട് ചേരുന്ന ഒരു കളറിൻ്റെ പാറ്റേൺ, അതായത് ഈ മണലിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ സെലക്ഷൻ വന്നു. ഇനി ഞാൻ ഈ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയോ, ക്ലിക്ക് ചെയ്ത ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ സെലക്ഷൻ. അതായത് ഏകദേശം ക്ലിക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് മാത്രം. ഇപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് പകർന്ന് അല്ലെങ്കിൽ കൂടുതൽ സെലക്ഷൻ വരാൻ കാരണം നമ്മളിവിടെ ടോളറൻസ് കൂട്ടിയിട്ടേക്കാണ്. കൺട്രോൾ ഡി അമർത്തി ആ ടോളറൻസ് ഞാനൊരു നോർമൽ ഒരു 29 ഇട്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഏകദേശം ആ ഒരു കളർ പാറ്റേൺ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് മാത്രം സെലക്ഷൻ വന്നോളൂ. കൺട്രോൾ ഡി അമർത്തി ഒന്നും കൂടി ഈ കണ്ടിന്യൂസ് ഓഫ് ചെയ്തിട്ടിട്ട് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ബാക്കി എവിടെയൊക്കെ ആ കളറിനോട് ചേരുന്ന കളേഴ്സ് ഉണ്ട് അവിടേക്കൊക്കെ വരും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബ്ലൂ, ഇവിടെ ഈ ഒരു ആ ഷർട്ടിൻ്റെ ഒരു കളർ ബ്ലൂ കളറാണ്. ഈ ഒരു ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്താൽ എവിടെയൊക്കെ ബ്ലൂ ഉണ്ടോ ഈ ഒരു സെയിം കളറിനോട് ചേരുന്ന കളേഴ്സ് ഉണ്ടോ അങ്ങോട്ടൊക്കെ സെലക്ഷൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ആ ഒരു ഷെയ്ഡിനോട് ചേരുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ആ സെലക്ഷൻ വന്നു. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മാജിക് ടൂള് കളറിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കൺട്രോൾ ഡി അമർത്തി ഡീസെലക്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ടൂളും നമ്മൾ ചെയ്യുന്ന ജോബ് അനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഇമേജ് എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം കുറേ കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാജിക് വാൻ ടൂൾ വെച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ നിന്നാൽ എന്താവും, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു പിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. അതായത് നമുക്ക് ഈ ഒരു ആഡ് സെലക്ഷൻ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ വരച്ചുകൊണ്ട് സെലക്ട് ചെയ്യാം വളരെ പെട്ടെന്ന്. കണ്ടോ, ഞാൻ കൺട്രോൾ ഡി അമർത്തി വീണ്ടും സെലക്ട് ചെയ്യാണ്. നമ്മുടെ ആഡ് സെലക്ഷൻ, അതേപോലെ സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇതിന്റെ ഷോർട്ട് കട്ട് കീ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ആഡ് സെലക്ഷനിലേക്ക് മാറും. ഇനി ഞാൻ ഓൾട്ട് അമർത്തി കഴിഞ്ഞാലോ ഈ സെലക്ഷനെ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. കണ്ടോ, അപ്പൊ ഞാനിപ്പോ സെലക്ഷനിലാണ് ഇത് എടുക്കുന്നത്. സെലക്ഷനിലാണ് ഈ ഒരു ഓപ്ഷൻ എടുക്കണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ആഡ് സെലക്ഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൾട്ട് അമർത്തിക്കൊണ്ട് ഇതിന്റെ സെലക്ഷൻ സബ്സ്ട്രാക്ട് ചെയ്യാം, അതായത് കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ ഷോർട്ട് കട്ട് കീസ് ആണ്. ഒന്നിൽ നമുക്ക് ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റും ഓൾട്ടും യൂസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ചെയ്യാം. കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് വരച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ടൂളാണ്. ഇതിന് പകരം മാജിക് ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിലോ, മാജിക് ടൂള് ഒരു കളറിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് സെലക്ഷൻ കിട്ടാൻ കുറേ ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്യാണ്. കണ്ടോ, ആ ഒരു സെലക്ട് ചെയ്ത് ഒഴിച്ച് ബാക്കി ഞാൻ മാസ്ക് ചെയ്തു. കൺട്രോൾ സെഡ് അമർത്തി അൺഡു ചെയ്തു, കൺട്രോൾ ഡി അമർത്തി ഡീസെലക്ട് ചെയ്തു. അപ്പോൾ രണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓപ്ഷണൽ മെനു ബാർ നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് സബ്ജക്റ്റ്. നമ്മുടെ മുമ്പത്തെ ട്യൂട്ടോറിയലിൽ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഓപ്ഷനെ കുറിച്ച്. അതായത് ഒരു സബ്ജക്റ്റ് നമ്മുടെ ഇമേജസിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇമേജിൽ ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കാം, നമുക്ക് ഏകദേശം സ്കൈയും അതുപോലെ തന്നെ ഈ മൗണ്ടനും ഏകദേശം രണ്ടും തുല്യ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജ് നമുക്ക് സെലക്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. എനിക്ക് സാധ്യത കുറവാണ്. നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. സെലക്ട് സബ്ജക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുഡ് നോട്ട് ഫൈൻഡ് എ സബ്ജക്റ്റ് ടു സെലക്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഇമേജ് നമുക്ക് അതിൽ വർക്ക് ചെയ്യില്ല, സെലക്ട് സബ്ജക്റ്റ്. അപ്പോൾ നമുക്കൊരു പോർട്രേറ്റിൽ നോക്കാം. ഈ ഒരു പോർട്രേറ്റ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പം ഞാൻ മാജിക് വാൻ ടൂളാണ് എടുത്തിരിക്കുന്നത്, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലോഡ് ആവുന്ന ഒരു ചെറിയൊരു ടൈം എടുക്കും. ആ ടൈം കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ ഇനി ഒന്ന് മാസ്ക് ചെയ്യാണ്. ഓക്കെ, ഏകദേശം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. എഡ്ജസ് ഒക്കെ ക്ലിയർ ആയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കൺട്രോൾ 0 അമർത്തി ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്.
അൺഡു ചെയ്തു, കൺട്രോൾ ഡി അമർത്തി ഡീസെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ നെക്സ്റ്റ് ഈ ഒരു ഇമേജ് ഞാൻ ഇപ്പോൾ ക്വിക്ക് സെലക്ഷൻ ടൂളിൽ സെയിം ഓപ്ഷൻ ഉണ്ട്, സെലക്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 2 ടൂളും ഉണ്ട്, ക്വിക്ക് സെലക്ഷൻ ടൂളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാജിക് വാണ്ട് ടൂളും ഉണ്ട് ആ ഒരു ഓപ്ഷൻ. ഓക്കെ, ഏകദേശം സബ്ജക്റ്റ് ഈ ഒരു ഇമേജ്, ഈ ഒരു ഗേളിൻ്റെ ആ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മാസ്ക് ചെയ്ത് നോക്കാം. ഞാൻ സൂം ചെയ്തിട്ട് അത് എങ്ങനെയുണ്ട് ഏകദേശം ഔട്ട്പുട്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ ഈ ഹെയറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ തന്നെ നമുക്കൊരു കിട്ടിയിട്ടുണ്ട്. ഞാൻ കൺട്രോൾ സീറോ അമർത്തി ഫിറ്റ് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. കൺട്രോൾ സെഡ് അമർത്തി അൺഡു ചെയ്തു, കൺട്രോൾ ഡി അമർത്തി ഡീസെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് കട്ടൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴും ഷോർട്ട് കട്ട് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് മാജിക് വാണ്ട് ടൂളിലും കിട്ടുന്നുണ്ട്. ഇനി സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ചും കൂടി നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ഹെയർ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരണം അതിനെക്കുറിച്ച്. അതുകൊണ്ട് വേറൊരു ട്യൂട്ടോറിയൽ പറയാം എന്താണ് സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന്. അപ്പോൾ 2020 മുതൽ ഫോട്ടോഷോപ്പിൻ്റെ സോഫ്റ്റ്വെയറിലൊക്കെ ഈ സെലക്ട് സബ്ജക്റ്റും അതുപോലെ സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനും അവൈലബിൾ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണത്. ഓക്കെ, നമുക്ക് പിന്നെ ഇങ്ങനെ ഇതുപോലുള്ള ഇമേജസിലൊക്കെയാണ് കുറച്ചും കൂടി കറക്റ്റായിട്ട് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഇമേജ് ആണെങ്കിൽ മേ ബി നമുക്ക് ഒരു സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. ഈ ഫോട്ടോഷോപ്പിൻ്റെ നമ്മൾ ഈ ടൂൾ ബാറിൽ കാണുന്ന ഈ എല്ലാ ടൂൾസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ആർട്ട്, കാരിക്കേച്ചർ വരയ്ക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെ പെയിൻറ് ചെയ്യാം, എങ്ങനെ പോർട്രേറ്റ്സ് വരയ്ക്കാം, അങ്ങനെയുള്ള ട്യൂട്ടോറിയലൊക്കെ നമുക്ക് പോവാം. അപ്പോൾ പയ്യെ നമുക്ക് ടൂൾസിൽ നിന്ന് കയറി വെച്ചടി നമുക്ക് നല്ല ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.